ബി.ജെ.പി. എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവിന് ജാമ്യം. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് എം.പി. രാഹുലിനെതിരെ ഭീഷണി മുഴക്കിയെന്ന കോൺഗ്രസിന്റെ പരാതിയെ തുടർന്നായിരുന്നു കേസ്. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് പ്രിന്റുവിനെ ഹാജരാക്കിയത്. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, രാഹുൽ എം.പിക്കെതിരെ ഭീഷണി മുഴക്കിയെന്ന കേസിലാണിപ്പോൾ ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവിന് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രിന്റു മഹാദേവ്, എറണാകുളം മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രിന്റു മഹാദേവ് കീഴടങ്ങുന്നത്. തുടർന്ന് അദ്ദേഹത്തെ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. നിരുപാധികമായിട്ടുള്ള ജാമ്യമാണ് നൽകിയിട്ടുള്ളത്. നമ്മളൊക്കെ കണ്ടതാണ്. ഏതാനും ദിവസം മുൻപാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചില വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു എന്ന തരത്തിൽ കോൺഗ്രസ് പരാതി നൽകുന്നത്. പല ഭാഗത്തു നിന്നും, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പരാതി വരുന്നു. തുടർന്ന് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ഒക്കെയായിരുന്നു. അതിനുശേഷം ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ വീട്ടിലേക്ക് പോലും എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയുമായിട്ട് പോലീസ് രംഗത്ത് വന്നതോടുകൂടി ബി.ജെ.പിയും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലേക്ക് പോലും എത്തി. ഒപ്പം തന്നെ നിയോജക മണ്ഡല പ്രസിഡന്റുമാരുടെ വീടുകളിലേക്കും എത്തി. അലമാരകൾ അടക്കം അഴിച്ച് പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇതിനെ തുടർന്ന് ബി.ജെ.പി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വൈകിട്ട് മാർച്ച് നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് പ്രിന്റു മഹാദേവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നത്. അതിനെ തുടർന്ന് കുന്നംകുളം മജിസ്ട്രേറ്റിന് മുന്നിൽ, അത് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജയന്തന് മുന്നിൽ ഹാജരാക്കുകയും തുടർന്ന് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിരുപാധിക ജാമ്യമാണ് നൽകിയിട്ടുള്ളത്. കെ.പി. സാനു, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ വിമർശനം, കോൺഗ്രസിന്റെ പരാതി തന്നെ തീർത്തും രാഷ്ട്രീയമാണ്. പ്രിന്റു മഹാദേവ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ഞാനൊരു അധ്യാപകനാണ്, ഒരിക്കലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വേർതിരിവ് സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവന തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രിന്റു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും പരാതിയുമായി മുന്നോട്ട് പോകുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ കോൺഗ്രസിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതേ രാഷ്ട്രീയത്തിന്റെ മറുവശം തന്നെയാണ് പിണറായി സർക്കാരും സ്വീകരിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ വേണം. അങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നു. ആ പരാതിയെ തുടർന്ന് പോലീസ് എടുത്തിട്ടുള്ള നടപടികൾ, അവർ കൈക്കൊണ്ടിട്ടുള്ള, അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ അതിനെ സാധൂകരിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പല കോണുകളിൽ നിന്നും ഒരേ തരത്തിൽ പരാതി ഉയരുന്നു. ഒപ്പം തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തി പത്രസമ്മേളനം നടത്തുന്നു. അതിനുശേഷം പല ഭാഗത്തു നിന്ന് സമാന നിലയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നു. ഈ പരാതികൾ ഏറ്റുപിടിച്ചുകൊണ്ട്, അല്ലെ ഈ പരാതികളുടെ ചുവട് പറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നടപടി എന്നോണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രിന്റു മാഷിനെതിരെയും ഒപ്പം തന്നെ ബി.ജെ.പിക്കെതിരെയുമുള്ള കരുനീക്കങ്ങൾ നടത്തിയത്. കാരണം ആ ഒരു നടപടികൾ നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് പ്രിന്റു എന്ന് പറയുന്ന നേതാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സാധാരണ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളുടെ വീടുകളിലേക്ക് പോലും ആ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് പോലീസ് എത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനം, അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് പോലീസ് അതിനിച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള നടപടികളാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. എന്തായാലും അതിനെതിരെ ബി.ജെ.പി. തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് പ്രിന്റു മഹാദേവിനെ പോലീസിന്റെ വേട്ടയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കുന്നു. തുടർന്ന് ബി.ജെ.പി. നേതാക്കളുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടുള്ള, സ്ത്രീകളും കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഇടത്തേക്ക് എത്തിക്കൊണ്ട് പോലീസ് നടത്തുന്ന ഈ പരിശോധനകൾക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് വൈകുന്നേരം നടത്തിയിട്ടുള്ള മാർച്ച്. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഇന്ന് പ്രിന്റു മഹാദേവ് വൈകുന്നേരം എത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. അതിനുശേഷം അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കിയിട്ടുള്ളത്. ആ സമയം പ്രിന്റു പറഞ്ഞ ഒരു പ്രധാന കാര്യം സത്യമേവ ജയത എന്നൊരു വാക്കാണ്. അതായത് താൻ ഒരു അധ്യാപകനാണ്, താൻ ഹിംസയ്ക്ക് ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല, ഒപ്പം തന്നെ ഈ സത്യം എന്താണെന്ന് ജനം തിരിച്ചറിയുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ സത്യം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു, ജഡ്ജി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അവസാനം ജാമ്യം നൽകിയിരിക്കുകയാണ്. ആ ജാമ്യം നൽകിയിരിക്കുന്ന നിരുപാധികമായിട്ടുള്ള ജാമ്യമാണ് നൽകിയിട്ടുള്ളത്. യെസ്, ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവിന് ജാമ്യം. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.